അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി ആദ്യം പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാടിന്റെ ശില്പപ്പെരുമ ഒന്ന് കണ്ടുവരാം. ലോകപ്രശസ്തമായ മഹാബലിപുരത്തിന്റെ ശില്പങ്ങൾ, മനോഹരമായ ശില്പങ്ങളുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് മനേഷ് മൂർത്തി. അപ്പോൾ കാണാം മഹാബലിപുരത്തെ മഹാകാഴ്ചകൾ. വണക്കം. മഹാബലിപുരത്തേക്കാണ് ഇന്ന്. ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ പേര് രാജ്യാന്തര തലത്തിലേക്ക് ആദ്യമായി എത്തിച്ച സ്ഥലങ്ങളിലൊന്ന് മഹാബലിപുരമായിരിക്കും. അവിടുത്തെ ശില്പവിദ്യകളായിരിക്കും. നമ്മൾ പോകുന്നത് മഹാബലിപുരത്തെ ഒരു ടൂറിസം പ്ലേസ് എന്ന രീതിയിലേക്കല്ല, മഹാബലിപുരത്തെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ശില്പികളെ തേടിയാണ്. ഇപ്പോഴും ധാരാളം ശില്പികൾ അവിടെയുണ്ട്. നമുക്ക് അവരെയാണ് ഇന്ന് കാണേണ്ടത്. അപ്പോൾ ഇന്നത്തെ റൈഡിങ് മഹാബലിപുരത്തേക്ക്. അപ്പോൾ വിശ്വപ്രസിദ്ധമായിട്ടുള്ള മഹാബലിപുരത്ത് നമ്മളെത്തി. മഹാബലിപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, റോഡരികുകളിൽ നമുക്കിത് ഇതുപോലെയുള്ള ഈ ശില്പ നിർമ്മാണ യൂണിറ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മഹാബലിപുരത്ത് ഏറെക്കുറെ ഏത് റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്താലും ആ റൂട്ടിലൊക്കെ ഇത്തരത്തിലുള്ള, അതായത് ഒരു വീട്ടിൽ, മഹാബലിപുരത്ത് ഒരു വീട്ടിൽ ഒരു ശില്പിയെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു കണക്കുകൾ. അപ്പം നിരവധി ശില്പികളുള്ള സ്ഥലമാണ്. BC 7-ാം നൂറ്റാണ്ടിലാണ് ഇവിടേക്ക് ഈ ശില്പവിദ്യ എത്തിക്കുന്നത്. അത് പല്ലവ രാജാക്കന്മാരാണ് എത്തിക്കുന്നത്. പല്ലവ രാജാവായിട്ടുള്ള മാമല്ലനാണ് ഇതൊരു ഈ ശില്പികളുടെ ഒരു കോളനിയാക്കി മാറ്റുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ ഒരു കോളനിയാക്കി മാറ്റുന്നതിന് വേണ്ടി അങ്ങനെ ശില്പികളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ ശില്പവിദ്യയാണ് ഇപ്പോൾ കടൽ കടന്ന് ഈ തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ മഹാബലിപുരത്തിൻ്റെയും ഒക്കെ പെരുമ മറ്റ് പലയിടങ്ങളിലേക്കുമൊക്കെ എത്തിച്ചത്. ആ ഒരു നൂറ്റാണ്ടുകൾ നീണ്ട ഒരു പരിശ്രമം തന്നെയാണ് ഇവിടുത്തെ ശില്പികളുടെ എന്ന് നമുക്ക് പറയാം. ഇത്തരം മനോഹരമായ ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ശില്പികളെ പരിചയപ്പെടണം. അതുപോലെ തന്നെ നമ്മൾ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്, അതിൻ്റെ നിർമ്മാണവും നമുക്കൊന്ന് കാണാം. ഇത് കണ്ടോ, ഈ തരത്തിലുള്ള കരിങ്കല്ലുകളാണ് ഇവിടെ എത്തിക്കുന്നത്. ഈ മഹാബലിപുരത്തെ എല്ലാ യൂണിറ്റുകളിലും എത്തിക്കുന്നത് ഇതുപോലെയുള്ള കരിങ്കല്ലുകളാണ്. ഈ കരിങ്കല്ലിൽ നിന്നാണ് ഇത്ര മനോഹരമായിട്ടുള്ള ശില്പങ്ങൾ ഇവർ നിർമ്മിക്കുന്നത്. ഒരു വലിയ അധ്വാനം തന്നെയാണ് ഈ ശില്പവിദ്യ എന്ന് പറയുന്നത്. മുൻപൊക്കെ നമ്മൾ ഉളിയും അതുപോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ, കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് നിർമ്മാണം നടത്താൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ കുറേ യന്ത്രങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോഴും, അതായത് ചില ഡിസൈനിങ് വർക്കൊക്കെ അവരിപ്പോഴും കൈ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഇതാണ് നമ്മുടെ മുമ്പിലെത്തുന്ന മനോഹരമായ ശില്പങ്ങളുടെ ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. രാജ്യത്തെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും മഹാബലിപുരത്തെ ശില്പികളുടെ കരവിരുതുണ്ട്. രാജ്യത്ത് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും. പക്ഷേ ഇവർ നേരിടുന്നൊരു വലിയ പ്രതിസന്ധി, പുതിയ തലമുറയിലുള്ള ആരും തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് മഹാബലിപുരത്തെ ഒരു വലിയ പ്രതിസന്ധിയായി നിലവിൽ നിലനിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യാപാരം ഇപ്പോൾ നടക്കുന്നുണ്ട്. കോവിഡിനൊക്കെ ശേഷം ഇങ്ങോട്ട് നല്ല രീതിയിലുള്ള വ്യാപാരമുണ്ട്. പക്ഷേ പുതിയ ആളുകളൊന്നും തന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരാത്തത് വലിയ പ്രതിസന്ധിയാണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലയ്ക്കിപ്പോൾ നേരിടേണ്ടി വരുന്നത്. மிஷினரிஸில் பண்ணும்போது கையில் பண்ணுறத விட வேலை கொஞ்சம் குறைச்சலாக தான் பண்ண முடியுது.
மிஷினரிஸு ஃபாஸ்ட்டாக பண்ண முடியுது, அவ்வளோதான். கொஞ்சம் ஹெல்ப்பாக இருக்குது, வேறு ஒன்றும். ஒரு 75% மிஷினை யூஸ் பண்ணுறோம், மிச்சம் 25% பழையபடி கையில் தான் பண்ணி ஆகணும். அப்போ தான் மைனூட் ஒர்க் வர முடியும், இல்லைன்னா ஓரளவுக்கு தான் கொண்டாட முடியும். இதை தவிர்க்க முடியல, வேறு ஒன்றும் இல்லை. இப்போ எல்லாம் படிக்கணும், வேலைக்கு போகணும், ஜென்டிலாக இருக்கணும், அப்படி தான் பண்ணுறாங்க. இது வந்து கொஞ்சம் ஹார்ட் ஒர்க்கு, நல்ல கலையை ஒழிய கொஞ்சம் ஒர்க்கு கொஞ்சம் ஹார்ட் ஒர்க்கான இது. இதுக்கு வர்றதுக்கு எல்லாரும் கொஞ்சம் தயக்கம் காட்டுறதுல வாய்ப்பு இருக்குது. കരിങ്കല്ല് കൊണ്ട് കവിത രചിക്കുന്ന മഹാബലിപുരം. തൽക്കാലം ഇവിടെ നിന്ന് പോവുകയാണ്. ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ശ്രീകാന്ത് ഗൗരീശപ്പട്ടത്തിനൊപ്പം മഹാബലിപുരത്ത് നിന്ന് മനേഷ് മൂർത്തി, 24. അതിമനോഹരമായ മഹാബലിപുരത്തെ ശില്പങ്ങൾ ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിൽ, ചരിത്ര സ്മാരകങ്ങൾ, പൊതുയിടങ്ങളിലൊക്കെയും അവിടുത്തെ ശില്പവിദ്യയുടെ ശില്പികളുടെ കരവിരുതിൻ്റെ ഒരു മാതൃകകൾ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളുണ്ട് നമ്മുടെ പലയിടങ്ങളിലും. ഏതായാലും മഹാബലിപുരം ഉറപ്പായും നമുക്ക് യാത്രയിൽ മടുപ്പിക്കാത്തൊരു കാഴ്ചയായിരിക്കും.